മണിത്തൂവൽ ഭാഗം 10. കിടന്നിട്ടും അബിക്ക് തീരെ ഉറക്കം വന്നില്ല. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. അസ്വസ്ഥതയോടെ അവൻ മുറിയിലൂടെ നടന്നു. പിന്നെ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. അലസമായി താഴേക്ക് നോക്കിയപ്പോഴാണ് ഔട്ട്ഹൗസിൻ്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് കിടക്കുന്നത് അവൻ കണ്ടത്. അവൻ നെട്ടിച്ചുളിഞ്ഞു. ഔട്ട്ഹൗസിൽ ലൈറ്റൊന്നുമില്ലല്ലോ. പ്രിയ കിടന്ന് കാണുമല്ലോ. ഇവിടെ എന്താ അടുക്കള വാതിൽ അടക്കാതിരുന്നത്? ഇനി മറന്നു പോയതാക്കുമോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇതിലെന്തോ ഉണ്ട്. അവൻ വേഗം താഴേക്ക് നടന്നു. ഈ സമയം കിടന്നിട്ട് ഉറക്കം വരാതെ പ്രിയ എഴുന്നേറ്റു. കുറച്ച് വെള്ളം കുടിക്കുക എന്ന് കരുതി കിച്ചണിലേക്ക് വന്നതും എന്തോ ആളാനക്കം കേട്ട് ഞെട്ടി. അടുക്കളയിൽ മുഖംമൂടി ധരിച്ച കറുത്ത 3 രൂപങ്ങൾ കണ്ട് അവൾ ഞെട്ടി. ഈശ്വര, കള്ളന്മാരാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പം എന്താ ചെയ്യുക? അവൾ പരിഭ്രമത്തോടെ ആലോചിച്ചു. അബിയെ വിളിച്ച് പറയാം. അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിയിലേക്ക് ചെന്ന് ഫോണെടുത്ത് അബിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഔട്ട്ഹൗസിന് നേരെ നടക്കുകയായിരുന്നു അബി. ഫോണടിച്ചതും അവനത് എടുത്തു. ഡിസ്പ്ലേയിൽ പ്രിയയുടെ പേര് തെളിഞ്ഞതും അവൻ പരിഭ്രമിച്ചു. വേഗം കോളെടുത്തു. ഹലോ പ്രിയ. ഹലോ അബിയേട്ടാ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. 3 കള്ളന്മാർ ഇവിടെ അകത്ത് കയറിയിരിക്കുക. എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിയാവുന്നു. അവൾ ശബ്ദം താഴ്ത്തി ഭീതിയോട് പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. പ്രിയ, നീ പേടിക്കണ്ട, ഞാൻ ദാ ഇപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ അടുക്കള വാതിൽ ലക്ഷ്യമാക്കി നടന്നു. പ്രിയ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഈ സമയം ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് കള്ളന്മാർ അവിടേക്ക് വന്നു. അവർ പ്രിയയെ കണ്ടു. അവരെ കണ്ടതും അവൾ ഞെട്ടി. മൂവരും അവളുടെ ചുറ്റും നിന്നു. അവൾ ഭീതിയോടെ മൂവരെയും നോക്കി. പിന്നെ പെട്ടെന്ന് പുറത്തെ വാതിൽ ലക്ഷ്യമാക്കി ഓടാനൊരുങ്ങിയതും പിടിയില്ല അവളെ എന്ന് പറഞ്ഞ് അവളെ പിടിക്കാനായി ഓടി. മൂവരും അവളുടെ ചുറ്റും നിന്നു. പ്ലീസ്, ഇതൊന്നും ചെയ്യല്ലേ, അവൾ പേടിയോടെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവരിൽ ഒരുവൻ അവളുടെ അരികിലേക്ക് വന്നു. മുഖംമൂടിക്കുള്ളിലെ ചോര കണ്ണുകൾ കണ്ട് അവൾ ശരിക്കും ഭയന്നു. അയാൾ വശ്യമായി അവളെ അടിമുടി നോക്കി. ഏയ്, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, പകരം സ്നേഹിക്കാം. ആദ്യം പറഞ്ഞ് അയാൾ അവളെ തൊടാനൊരുങ്ങിയതും പുറത്ത് ശക്തമായൊരു ചവിട്ടിയിട്ട് അയാൾ തെറിച്ചു വീണു. എല്ലാവരും അത് കണ്ട് അമ്പരന്നു. പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. എല്ലാവരും അമ്പരപ്പോടെ നോക്കി. ലൈറ്റിട്ട് എല്ലാവരെയും രൂക്ഷമായി നോക്കുന്ന അഭിയെ കണ്ട് പ്രിയയ്ക്ക് സമാധാനമായി. മനുട്ടാ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവനെ കെട്ടിപ്പിടിച്ചു. അവൻ ശരിക്കൊന്നും ഞെട്ടി. ഇത് കണ്ട് അവരിലൊരാൾ അടിക്കാനായി വന്നതും അവൻ വലം കൈ കൊണ്ട് തടഞ്ഞു. പ്രിയയെ മാറ്റി നിർത്തി അവരെയെല്ലാം അവൻ അടിച്ചു. ഒടുവിൽ ഒരുവൻ കത്തിയെടുത്ത് പ്രിയ ഞെട്ടി. മനുവേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് അവനെ ചുറ്റിപ്പിടിച്ചതും അയാൾ കത്തി വീശി. അവളുടെ കയ്യിൽ അയാൾ ആഞ്ഞു വെട്ടിയതും അവൾ അലറിക്കരഞ്ഞു. ഇത് കണ്ട് അവനും ഞെട്ടി. പ്രിയ! അവൻ അലറി വിളിച്ചുകൊണ്ട് അവളെ പിടിച്ചു. അയാൾ വീണ്ടും കത്തിയുമായി വന്നതും അവൾ വലം കൈകൊണ്ട് അതിൽ കയറി പിടിച്ചു. കയ്യിൽ നിന്നും ചോര ഒഴുകി. അവൻ കാലുവീഴ്ത്തി അയാളെ തൊഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിറകെടുത്ത് മൂവരെയും ആഞ്ഞടിച്ചു. അവർ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടിയതും അഭി പിറകെ ഓടിച്ചെന്ന് അവരിൽ ഒരുവനെ പിടികൂടി. മുഖംമൂടി വലിച്ചഴിച്ചു. അവൻ്റെ മുഖം കണ്ട ഒറ്റ നോട്ടത്തിൽ അഭി കണ്ടു. അപ്പോഴേക്കും അഭിയെ തള്ളിയിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ബഹളം കേട്ട് എല്ലാവരും ഓടി വന്നു. കൈകളിൽ മുറിവുമായി അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രിയയെ കണ്ട് എല്ലാവരും ഞെട്ടി. അയ്യോ മോളെ, എന്തു പറ്റി? ഈശ്വര! ഗോമതി നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അഭി ഓടി വന്ന് അവളെ പിടിച്ചു. പ്രിയ, കണ്ണു തുറക്ക് പ്രിയ. അവൻ കരഞ്ഞുകൊണ്ട് അവളെ കുലുക്കി പിടിച്ചു. പക്ഷെ അവൾ കണ്ണു തുറന്നില്ല. അഭി, ഇത് കുറച്ച് സീരിയസാണ്, ബ്ലഡ് നന്നായി പോകുന്നുണ്ട്, വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്, ഞാൻ വണ്ടി എടുക്കാം. അതും പറഞ്ഞ് ഗിരിവേഗം വീട്ടിൽ ചെന്ന് കാറിൻ്റെ കീയെടുത്ത് പുറത്തേക്ക് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്ഹൗസിൻ്റെ മുറ്റത്തേക്ക് വന്നു. അപ്പോഴേക്കും അവളെയും കൈകളിൽ കോരിയെടുത്ത് അഭി പുറത്തേക്ക് വന്നു. അവളെ വണ്ടിയിൽ കിടത്തിയ ശേഷം അവനും ഗോമതിയും ഒപ്പം കയറി. ഗിരി, ഞാൻ കൂടി വരാം, ഹരിശങ്കർ പറഞ്ഞു. വേണ്ടേട്ടാ, എല്ലാവരും കൂടി എന്തിനാ വരുന്നത്? ഇവിടെ നിമ്മിയും അമ്മയും തനിച്ചല്ലേ, ഞാൻ നോക്കിക്കോളാം, ഗിരി പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഹരി പറഞ്ഞു. ശരി ഏട്ടാ. ഗിരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് ശരവേഗത്തിൽ പാഞ്ഞുപോയി. ICUവിന് മുമ്പിൽ അക്ഷമയോടെ മൂവര് നിന്നു. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അഭിവേഗം ഡോക്ടറുടെ അരികിലേക്ക് ചെന്നു. ഡോക്ടർ, പ്രിയയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ആശങ്കയോട് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, മുറിവത്രയ്ക്ക് ആഴത്തിലുള്ളതല്ല,
ആളേതായാലും നന്നായി പേടിച്ചിട്ടുണ്ട്, അതാ ബോധം പോയത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇന്നൊരു രാത്രി ഒബ്സർവേഷനിൽ കിടക്കട്ടെ, നാളെ കാലത്ത് റൂമിലേക്ക് മാറ്റാം. അത് കേട്ടതും അവർക്ക് ആശ്വാസമായി. ശരി ഡോക്ടർ, അഭി പറഞ്ഞു. ഡോക്ടർ, ഞങ്ങൾക്ക് അവളൊന്ന് കാണാൻ പറ്റുമോ? ഗോമതി ചോദിച്ചു. ഇപ്പോൾ ഏതായാലും വേണ്ട, ഇഞ്ചക്ഷൻ്റെ മയക്കത്തിലാണ്, കുറച്ച് കഴിഞ്ഞ് കാണാം. എന്താ? ശരി. അല്ല, നിങ്ങളാ കുട്ടിയുടെ? അഭിയൊന്ന് പരിങ്ങി. ഹസ്ബൻഡാണ്. ഇത് എൻ്റെ അമ്മയാണ്, അവളുടെ അമ്മായി കൂടിയാണ്. ഓ, അല്ല, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് കുറേ ആയോ? ഒരാഴ്ചയായി. എന്താ തൻ്റെ ജോലി? അത് ബിസിനസ്സാണ്. ഓ, അല്ല, താനെന്താ അത്രയ്ക്ക് പിശിക്കാനാണോ, അതോ ബിസിനസ് പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് നിൽക്കുകയാണോ? അത് കേട്ടതും അവൻ വായം പൊളിച്ച് നിന്നുപോയി. ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ആ കൊച്ചിന് മര്യാദയ്ക്ക് തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ? ആ കുട്ടി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് തന്നെ ദിവസങ്ങളായാലോ. അവളുടെ ബോഡി വളരെ വീക്കാണ്. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നല്ല ഭക്ഷണവും വിശ്രമവും ഒക്കെ ആവശ്യമാണ്. എന്നാലേ നാളെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് പ്രസവിക്കാൻ കഴിയും. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ കുട്ടിക്ക് പോഷകാഹാരങ്ങളൊക്കെ കൊടുത്തോണം. കെട്ടി പെണ്ണിനെ നോക്കാനോ വയറ് നിറച്ച് ആഹാരം കൊടുക്കാനോ കഴിയില്ലെങ്കിൽ കെട്ടാൻ നിൽക്കരുത്, കേട്ടല്ലോ? ഡോക്ടർ പരുഷമായി പറഞ്ഞു. അവനെ ഒന്ന് നോക്കി നടന്നു. അവൻ രോഷം കടിച്ചമർത്തി മുഖം കുനിച്ചെന്നു. ഒരു ജാതകദോഷവും ഉപവാസവും എല്ലാം അവസാനിപ്പിച്ച് തരാം ഞാൻ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ICUവിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു ഗോമതി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, വെറുതെ ഇവിടെ തണുപ്പും കൊണ്ട് ഇരിക്കണ്ട. ചെറിയച്ഛൻ്റെ കൂടെ അമ്മ വീട്ടിലേക്ക് ഇരും. ഇവിടെ ഒരാൾ നിന്നാൽ മതി, ഞാൻ നിന്നോളാം, അമ്മ പറഞ്ഞു. അത് പറ്റില്ല, എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ബോധ്യമായാൽ എനിക്ക് സമാധാനവും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകും, ഗോമതി തറപ്പിച്ച് പറഞ്ഞു. ഈ സമയം ICUവിൻ്റെ വാതിൽ തുറന്നു. പ്രിയക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, കയറി കണ്ടോളൂ, സിസ്റ്റർ പറഞ്ഞതും സന്തോഷത്തോടെ ഗോമതിയും അഭിയും അകത്തേക്ക് നടന്നു. കട്ടിലിൽ കൈകളിൽ കെട്ടുമായി അവശതയോട് കിടക്കുകയായിരുന്നു പ്രിയ. മോളെ, ഇടറുന്ന ശബ്ദത്തിൽ ഗോമതി വിളിച്ചതും അവൾ തലച്ചിരിച്ച് നോക്കി. കരഞ്ഞുകൊണ്ട് ഗോമതി അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ നെറുകയിൽ തലോടി. മോളെ, മോക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മായി, എല്ലാം കൊണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി. മോൾ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് മോളുടെ കൂടെ, ഗോമതി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവശതയോടെ പുഞ്ചിരിച്ചു. പിന്നെ അഭിയെ നോക്കി. അവനുമാകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അതവൾ അറിയാതിരിക്കാൻ അവൻ നന്നേ പരിശ്രമിക്കുന്നുണ്ട്. മനുവേട്ടനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, അവർ പെട്ടെന്ന് കത്തിയെടുത്തപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് തോന്നിയതുപോലെ ചെയ്തതാ ഞാൻ, അവൾ പറഞ്ഞു. അധികം സ്ട്രെയിൻ എടുക്കണ്ട, കിടന്നോ, ഞങ്ങൾ പുറത്തുണ്ടാക്കും. നാളെ കാലത്ത് റൂമിലേക്ക് മാറ്റാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അഭി പറഞ്ഞു. അവൾ മൂളി. അമ്മ വാ. ഇരുവരും പുറത്തേക്ക് നടന്നു. ഇപ്പം അമ്മയ്ക്ക് സമാധാനമായില്ലേ? ഗോമതി സന്തോഷത്തോടെ പറഞ്ഞു. എന്നാൽ ചെറിയച്ഛൻ്റെ കൂടെ വീട്ടിലേക്കല്ലേ, നാളെ കാലത്ത് റൂമിലേക്ക് മാറ്റിയ ശേഷം ഞാൻ വിളിക്കാം, അപ്പോൾ വേണമെങ്കിൽ അമ്മ വന്നോ, അഭി പറഞ്ഞു. അതേ എടുത്തി, അഭി പറഞ്ഞതാണ് നല്ലത്. ഗിരിയും അതിനെ അനുകൂലിച്ചു. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, ഗോമതി പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെല്ല്, അഭി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഗോമതി ഗിരിക്കൊപ്പം വീട്ടിലേക്ക് തിരിച്ചു. ഒന്ന് ഫ്രഷായി കാട്ടിൽ വന്ന് ഇരുന്നതേയുള്ളൂ ഗിരി. യമുന അയാളുടെ അരികിലേക്ക് വന്നു. ആ പെണ്ണിപ്പോൾ എങ്ങനെയുണ്ട് ഗിരിയേട്ടാ? പെണ്ണോ? അവളുടെ സംബോധന കേട്ട് ഗിരി അവളെ മിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പ്രിയയ്ക്ക് എങ്ങനെയുണ്ടെന്ന്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, മുറിവ് അധികം ആദരവുള്ളതല്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നാളെ കാലത്ത് റൂമിലേക്ക് മാറ്റും. ബോധം പോയപ്പോൾ ഞാൻ കരുതി തട്ടിപ്പോയെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ അഭിമാനം രക്ഷപ്പെട്ടെന്നെ. യമുന പറഞ്ഞത് കേട്ട് ഗിരി അവളെ രൂക്ഷമായി നോക്കി. യമുനെ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവൾ അഭി താലികെട്ടിയ പെണ്ണ, ഈ വീട്ടിലെ മരുമകൾ, അത് മറക്കരുത് നീ. ഒരു മരുമോള്, നിങ്ങൾ പറയുന്നത് കേട്ടതൊന്നും അവൻ ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുവന്നതാണ് അവളെന്ന് ഓരോരോ കഥകൾ മെനഞ്ഞുണ്ടാക്കി നാട്ടുകാർക്ക് മുമ്പിൽ വിളമ്പി കുടുക്കി കെട്ടിയതല്ലേ അവളവനെ. എന്നിട്ട് അവളെ ഇവിടുത്തെ മരുമകളായി വാഴിക്കണം പോലും. കഷ്ടം തന്നെ. ഗിരി തലച്ചിരിച്ച് അവളെ നോക്കി. എന്താടെ അവൾക്കൊരു കുഴപ്പം? പഠിപ്പില്ലേ, സൗന്ദര്യമില്ലേ, കുടുംബ മഹിമയില്ലേ? ചന്ദ്രോത്ത് തറവാട്ടിലെ രാജേന്ദ്രൻ്റെ മകളാണ് അവൾ. ആ അന്തസ്സിനത്തെ ശ്രീധരൻ തന്നു തന്നെയാണ് അവന് പിടിച്ചു കൊടുത്തത്. മാത്രമല്ല മറ്റാരെക്കാളും അവൻ്റെ മേൽ അവകാശമുള്ളവരല്ലേ പ്രിയ, അവൻ്റെ മുറപ്പെണ്ണ്. ഒരു മറപ്പെണ്ണ്, അതുകൊണ്ട് എന്ത് കാര്യം? അവൾക്കുള്ള പേരുദോഷം
പേരുദോഷം മായ്ച്ചാൽ മായുമോ? യമുന തർക്കിച്ചു. അതുണ്ടാക്കിയത് അഭി തന്നെയാണ് എന്നല്ലേ പറഞ്ഞത്? ഗിരിയും തിരിച്ചു ചോദിച്ചു. പിന്നെ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഗിരി ഒരു നിമിഷം മൗനമായി. അത് ഇല്ല അല്ലേ? മറ്റേത് കഴിവേറ് ചെയ്ത തെറ്റ് പാവം അഭിയുടെ തലയിൽ കെട്ടിവെച്ചതാ. പാവം നീലിമയെ ഓർത്ത് അവരുടെ മനസ്സ് നീളുന്നുണ്ടാകും. പാവം സ്നേഹിച്ചവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ദൈവം കൊടുക്കട്ടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് യമുനെ? പ്രിയ അവൻ്റെ ഭാര്യ. ഇന്നല്ലെങ്കിൽ നാളെ പിണക്കമൊക്കെ മാറി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർ തമ്മിൽ പിരിയട്ടെ എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? കഷ്ടം തന്നെ. എന്ത് കഷ്ടം? എല്ലാം കൊണ്ടും അഭിമാനം ചേരുന്ന പിന്നെ നീലിമ. അക്കാര്യത്തിൽ തർക്കം വേണ്ട. അതും പറഞ്ഞ് യമുന കിടന്നു. നീ ഒന്നും ഒട്ടുകാലത്ത് നന്നാവില്ല എന്ന ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി നെടുവീർപ്പോടെ ഗിരിയും കിടന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ പ്രിയയെ മുറിയിലേക്ക് മാറ്റി. കഴിക്കാൻ എന്തെങ്കിലും നല്ലോണം വാങ്ങിക്കൊടുക്ക്. മരുന്ന് കഴിക്കാനുള്ളതാ, നല്ല ക്ഷീണം ഉണ്ടാകും, സിസ്റ്റർ അഭിയോടായി പറഞ്ഞു. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? അഭി ചോദിച്ചു. അത് ഉപവാസമല്ല, മണ്ണം കട്ടയാ. എന്താ വേണ്ടതെന്ന് പറയടി, വാങ്ങിച്ചുകൊണ്ട് വരാം. മസാല ദോശ അത് കിട്ടിയെങ്കിൽ ഒരു 3 എണ്ണം വാങ്ങിച്ചോ. അത് കേട്ടതും അവൻ കണ്ണും മിഴിച്ച് അവളെ നോക്കി. 3 എണ്ണമോ? എനിക്ക് നല്ല വിശപ്പുണ്ട്, മരുന്നിൻ്റെ ആണെന്ന് തോന്നുന്നു, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, വേറെ ഒന്നും വേണ്ടല്ലോ? ഇപ്പം തൽക്കാലമൊന്നും വേണ്ട. എന്നാൽ നീ കിടന്നോ, ഞാൻ പോയി ചായയും വാങ്ങിച്ചുകൊണ്ട് വരാം. അതെ, എനിക്ക് ചായ വേണ്ട കേട്ടോ. ചായ വേണ്ടേ? പിന്നെ എന്താ വേണ്ടത്? ഹോർലിക്സ് മതി, അത് 2 എണ്ണം വാങ്ങിച്ചോ. അയ്യടാ, നീ ആരടി ഹോർലിക്സ് കുടിക്കാൻ? മിസ് യൂണിവേഴ്സോ? അവർക്ക് മാത്രമേ ഹോർലിക്സ് കഴിച്ചുകൂടുമെന്ന് നിയമമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിച്ചിട്ട് വാ. ശരി. അവളെ നോക്കി ഇരുത്തിയൊന്ന് മൂളി അവൻ നടന്നു. അതുകണ്ട് അവൾ കുസൃതിയോടെ ചിരിച്ചു. ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം വാങ്ങി അവൻ വേഗം തന്നെ തിരിച്ചു വന്നു. ഇതാ നിനക്കുള്ള മസാല ദോശ. ഒന്നേ ഉള്ളൂ? 3 എണ്ണോ അത് തന്നെ വെച്ചിട്ടുണ്ട്. ശരി. അവൾ സന്തോഷത്തോടെ പൊതി കഴിച്ചു. അപ്പോഴാണ് ഉള്ളം കൈയിലെ മുറിവിലെ കെട്ടിൻ്റെ കാര്യം അവൾ ഓർത്തത്. അവൾ ദോശ പൊടിക്കാൻ നോക്കി. കൈക്ക് നല്ല വേദന. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അഭിയെ നോക്കി. അവൻ മേശക്കരികിലിരുന്ന് തൻ്റെ പൊതി തുറന്നു. നല്ല അസൽ പൂരിയും മസാലക്കറി. അവനത് ആസ്വദിച്ച് കഴിച്ചു. അത് കണ്ട് അവളുടെ വായിൽ വെള്ളം മാറി. നല്ല ടേസ്റ്റ്. അവൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവളെ അവൻ ശ്രദ്ധിച്ചത്. എന്താ നീ കഴിക്കുന്നില്ലേ? അത് അവൾ കൈ ഉയർത്തി കാണിച്ചു. അപ്പോഴാണ് അക്കാര്യം അവനും ഓർത്തത്. അവൻ എഴുന്നേറ്റ് ചെന്ന് അവളുടെ അരികിലിരുന്നു ദോശ പൊടിച്ച് അവൾക്ക് നേരെ നീട്ടി. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. എന്താ വേണ്ടേ? വേണം. അവൾ വേഗം വാ തുറന്നു. അവൻ ദോശ മുഴുവനും അവൾക്ക് കൊടുത്തു. പെട്ടെന്ന് തന്നെ അവൾ അത് മുഴുവനും കഴിച്ചു തീർത്തു. അവൻ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ മനസ്സിലാവാതെ അവളെ നോക്കി. അവൾ അവൻ്റെ വിരലുകൾ നോക്കി. എന്താടി ഇത്? അവൻ ദേഷ്യത്തോടെ കൈ വലിച്ചു. നല്ല ടേസ്റ്റ്, ഒന്നുകൂടി വാങ്ങിക്കാമായിരുന്നു. അത് കേട്ടതും അവൾ കണ്ണു മിഴിച്ച് അവളെ നോക്കി. നിൻ്റെ വയറ്റിൽ എന്താടി? ആരും മറ്റേ പെറ്റി കിടക്കാണോ? ഒരാഴ്ച ആയാലും ഉപവാസം എടുക്കുന്നു, അതിൻ്റെ വിശപ്പാ. അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച തികയുമ്പോഴേക്കും നീ ഒരു ഹോട്ടലിൽ തന്നെ കാലിയാക്കുമല്ലോ. കഷ്ടം തന്നെ. അതും പറഞ്ഞ് അവൻ ചെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആഹാരം കഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ഗോമതിയും നിമ്മിയും അവർക്കുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെയായി വന്നു. മുറിവ് ചെറുതായതിനാൽ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി. വണ്ടി പോർച്ചിൽ നിർത്തിയതും എല്ലാവരും ഇറങ്ങി. ശബ്ദം കേട്ട് യമുനയും ഗിരിയും പുറത്തേക്ക് വന്നു. യമുനയുടെ മുഖം ഇരുണ്ടു. എത്തിയോ നാശം പിടിക്കാൻ. പ്രിയയെ കണ്ടതും യമുന പിറുപിറുത്തുകൊണ്ട് മുഖം തിരിച്ചു. എല്ലാവരെയും ഒന്ന് നോക്കി പ്രിയ ഔട്ട് ഹൗസിലേക്ക് നടക്കാനൊരുങ്ങിയതും അഭി തടഞ്ഞു. നിക്കടി എവിടെ? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ ഔട്ട് ഹൗസിൽ. ഇത്രയും കിട്ടിയതൊന്നും പോരെ നിനക്ക്? മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോടി, അഭി പറഞ്ഞു. അതെങ്ങനെ ശരിയാവും ബാബു? അഭി, ഇവളുടെ ഉപവാസം കഴിഞ്ഞില്ലല്ലോ, ഇനിയും ഇല്ലേ 5 ദിവസം കൂടി, യമുന പറഞ്ഞു. ഉപവാസം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇവൾ ഉപവാസം എടുത്തതിന് ഡോക്ടറുടെ വായിലിരിക്കുന്ന മുഴുവനും കേട്ടത് ഞാനാ. അതുകൊണ്ട് പരിഹാരമൊക്കെ മതി. ഇവളുടെ ബോഡി വളരെ വീക്കാ. നല്ല ഭക്ഷണവും വിശ്രമവുമാണ് ഇവൾക്കിപ്പോൾ വേണ്ടത്. അതുകൊണ്ട് പരിഹാരവും ഉപവാസവും ഒക്കെ മതി, അഭി പറഞ്ഞു. എന്നാലും അത് യമുനെ മതി. അവൻ പറഞ്ഞത് തന്നെ ശരി. ആരോഗ്യം നോക്കാറില്ല, ഒരു പരിഹാരവും വേണ്ട. മോളകത്തേക്ക് വാ. ഗോമതി പ്രിയയും കൂട്ടി അകത്തേക്ക് നടന്നു. യമുന ദേഷ്യത്തോടെ കൈ ചുരുട്ടി. എല്ലാവരും അകത്തേക്ക് കയറി. മോള് പോയി കുറച്ച് സമയം കിടന്നോ. ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, ക്ഷീണം ഉണ്ടാകും. ഞാൻ എന്ന് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും എടുത്തിട്ട് വരാം.
ഗോമതി പറഞ്ഞു. നിമ്മി, നീ ഇവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു. ശരി. ശരി, വാ ചേച്ചി. നിമ്മി അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. മാലിനി എന്ന് വിളിച്ചുകൊണ്ട് ഗോമതി അടുക്കളയിലേക്ക് ചെന്നു. മാലിനി! ഗോമതിയുടെ വിളി കേട്ട് ജോലിക്കാരി തിരിഞ്ഞു നോക്കി. എന്താ ചേച്ചി? നീ കുറച്ച് ജ്യൂസ് ഉണ്ടാക്ക്, പ്രിയമോൾക്ക് നല്ല ക്ഷീണമുണ്ട്, അവൾക്ക് കൊടുക്കാനാ. ശരി ചേച്ചി. ഗോമതി മുറിയിലേക്ക് പോയി. മാലിനി ജോലി തുടർന്നു. ചുവരിന് പിന്നിൽ മറഞ്ഞു നിന്ന് യമുന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രിയമോൾക്ക് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കണം പോലും. മരുമോൾക്ക് പോഷകാഹാരം കൊടുത്ത് നന്നാക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ഇത് ശരിയാക്കി തരാം ഞാൻ, യമുന മനസ്സിൽ പറഞ്ഞു. നിമ്മിയും പ്രിയയും മുറിയിലെത്തി. ചേച്ചി കുറച്ച് സമയം കിടന്നോ? നിമ്മി പറഞ്ഞു. എനിക്കൊന്ന് കുളിക്കണം നിമ്മി, വല്ലാത്ത ക്ഷീണം. എന്നാൽ ചേച്ചി പോയി കുളിച്ചോ. അല്ല, കൈക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അതൊന്നും വേണ്ട. ഈ കയ്യിൽ ഒരു കവർ കെട്ടി തന്നാൽ മതി, നനയാതിരിക്കാൻ. ശരി. നിമ്മി ഒരു കവർ എടുത്ത് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. എന്നാൽ ചേച്ചി പോയി കുളിക്കേ, ഞാൻ ഒന്ന് താഴേക്ക് ഇടട്ടെ. ശരി. പ്രിയ ബാത്റൂമിലേക്ക് കയറി. നിമ്മി പുറത്തേക്കും പോയി. കുളി കഴിഞ്ഞപ്പോഴാണ് മാറ്റാനുള്ള സാരി കട്ടിലിൽ വെച്ചിട്ട് എടുത്തില്ലല്ലോ എന്ന കാര്യം അവൾ ഓർത്തത്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ ആലോചിച്ചു. ഏതായാലും ഇപ്പോൾ ഇവിടേക്ക് ആരും വരാൻ പോകുന്നില്ലല്ലോ, തൽക്കാലം ഈ ടവലും ചുറ്റി പുറത്തേക്ക് ഇറങ്ങാം. പ്രിയ ടവലും ചുറ്റി പുറത്തേക്ക് ഇറങ്ങി. നേരെ കട്ടിലിനരികിലേക്ക് ചെന്ന് സാരി എടുത്തതും പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽ തുറന്ന് അബി അകത്തേക്ക് വന്നതും പ്രിയ അവനെ കണ്ട് അമ്പരന്നു. അവളുടെ കയ്യിൽ നിന്നും സാരി നിലത്തേക്ക് വീണു. ആ വേഷത്തിൽ അവളെ കണ്ടതും അവനും ആകെ അന്തം വിട്ടുപോയി. ഇരുവരും പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവൾ കൈകൾ കൊണ്ട് മാറിൽ പിടിച്ച് തല ചെരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ ചാർജർ നിമ്മിയുടെ കയ്യിലുള്ള, അതെടുക്കാനാണ് ഞാൻ വന്നത്. എന്നെ എടുത്തിട്ട് വേഗം പോ, എനിക്ക് വേഷം മാറണം, അവൾ പറഞ്ഞു. അവൻ തിരിഞ്ഞു ചെന്ന് ചാർജർ എടുത്ത് നടക്കാനരിങ്ങിയതും ഒരു നിമിഷം നിന്നു. പേടിച്ചരണ്ട പേരമാനിനെ പോലുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ്റെ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശുന്നത് പോലെ തോന്നി അവന്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഒരു നിമിഷം നിന്ന് നിലത്ത് വീണ് കിടക്കുന്ന സാരിയിലേക്ക് നോക്കി. ഈ വയ്യാത്ത കയ്യും വെച്ച് നീ എന്തിനാ ഈ സാരി ചുറ്റാൻ പോകുന്നത്? നിനക്കിടാൻ വേറെ ഡ്രസ്സൊന്നുമില്ലേ? അവൻ ചോദിച്ചു. ഇല്ല, സാരിയാണ് മുഴുവൻ വാങ്ങിച്ചത്, അവൾ പറഞ്ഞു. അവൻ എന്തോ ആലോചിച്ചു. നിൽക്ക്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. മുറിയിൽ ചെന്ന് കുറച്ച് കവർ എടുത്തുകൊണ്ട് വന്നു. ഇതാ കുറച്ച് ചുരിദാറും ടോപ്പ് നൈറ്റും ഒക്കെ ഉണ്ട്, വീട്ടിൽ നിന്ന് ഇതൊക്കെ ഇട്ടാൽ മതി, അതാ കംഫർട്ട്. അതും പറഞ്ഞ് അവൻ കവർ അവൾക്ക് നേരെ നീട്ടി. അവൾ വാങ്ങാതെ മടിച്ചു നിന്നു. നിനക്ക് വേണ്ടി വാങ്ങിച്ചത് തന്നെയാ, ഇതാ പിടി, അവൻ പറഞ്ഞു. അവൾ അമ്പരപ്പോടെ മുഖമുയർത്തി അവനെ നോക്കി. പിന്നെ അത് വാങ്ങി. അവൻ വാതിൽ ചാരി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നതും പ്രിയ സന്തോഷത്തോടെ കവർ നെഞ്ചോട് ചേർത്ത്. വിവാഹശേഷം തന്നെ മനുവേട്ട് തനിക്കായി വാങ്ങി തന്ന ആദ്യ സമ്മാനം, ഇത് മതി എനിക്ക്, അവൾ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു. തുടരും.